അങ്ങനെ നമ്മുടെ 12 കിലോ ബാഗും 2 കിലോ ഉള്ള ചെറിയൊരു ബാഗും അങ്ങനെ 15 കിലോ അല്ല 14 കിലോ ലഗേജ് നമുക്ക് കയറിപ്പോന്നു കേട്ടോ. ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ നല്ല ലോഡ് പുറത്തോണ്ടല്ലോ ഇങ്ങനെ കൂളായിട്ട് നിന്ന് കൗണ്ടറിൽ, അതുകൊണ്ട് അവരെൻ്റെ ലഗേജ് തൂക്കിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ പല ആൾക്കാരും 10 കിലോ ഒക്കെ ആയിട്ട് വന്നതൊക്കെ കയറിപ്പോയിട്ടുണ്ട്. ഹാൻഡ് ലഗേജ് 7 കിലോ ആണെങ്കിൽ പോലും കയറിപ്പോയിട്ടുണ്ട്. എന്ന് കരുതി ഇതൊരു മെസ്സേജ് ഒന്നുമല്ല കേട്ടോ. എല്ലാവർക്കും ഈ എത്യോപ്യൻ എയർലൈൻസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പം ഒത്തിരി കൊണ്ടുവരാമെന്നുള്ളൊരു മെസ്സേജ് ഒന്നുമില്ല. പക്ഷേ ഇന്നെന്തായാലും കയറി പോയിട്ടുണ്ട്. ചില സമയത്ത് അങ്ങനെ സംഭവിക്കും. ഇനിയിപ്പോൾ അവർ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞാലും നമുക്ക് ഫൈൻ അടയ്ക്കാൻ നിർവാഹമില്ല. കാരണം അത്ര എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഏതാണ്ട് ഇതൊരു 10-15 ലക്ഷം രൂപയുടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. സോ നമുക്ക് കളയാൻ പറ്റത്തില്ല. കണ്ണ് തള്ളിപ്പോയിട്ടോ. നമ്മുടെ ബാഗിനകത്ത് എടുത്ത സാധനങ്ങൾ കണ്ടു. ബാഗൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, 200, 600, 70-200 ലെൻസ്, 24-70, 85 നമ്മുടെ 7M5 ക്യാമറ ബോഡി. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഗേറ്റ് ഓപ്പണായി, കറക്റ്റ് ടൈമിൽ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. 7:50 ആണ്, മോർണിംഗ് 7:50 ആണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ഓൺ ടൈം. അന്താരാഷ്ട്ര വിമാനയാത്രകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബോർഡിംഗ് പാസിൻ്റെ കൂടെ കിട്ടുന്ന ഈ ടാഗ്. ഇതിനൊരു ഇമ്പോർട്ടൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഫ്ലൈ ചെയ്തു. ഇപ്പോൾ ഫ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് കൊച്ചിയിലേക്കാണ് പോകേണ്ടതെന്ന് വിചാരിക്കുക. ഞാൻ കൊച്ചിയിലെത്തിയതിന് ശേഷം എൻ്റെ ലഗേജ് കൊച്ചിയിലെത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ബാഗേജ് ക്ലെയിം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലഗേജ് ക്ലെയിം ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു സാധനം കൊടുക്കേണ്ടി വരും. അല്ലെങ്കിലും ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ ചെയ്യാം, പക്ഷേ ഒരുപാട് സമയമെടുക്കും. അതിന് നിയമങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ കീപ്പ് ചെയ്ത് നമ്മൾ മെയിൽ അയച്ച് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് എയർലൈനിൽ വിളിച്ച് PNR ഫൈൻഡ് ഔട്ട് ചെയ്ത് കാര്യം എന്ന് വെച്ചാൽ വൺസ് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എയർലൈനിൽ നിന്ന് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. സോ എപ്പോഴും തന്നെ എല്ലാവരും തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടാഗ് എടുത്ത് വയ്ക്കുക. മിക്കവാറും നമ്മുടെ ഹാൻഡ് ലഗേജിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഹാൻഡ് ലഗേജിൽ അധികം ടാഗ് ചെയ്യാറില്ല. പ്ലസ് നമ്മുടെ ലഗേജിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും. ലഗേജിൽ ടാഗ് ചെയ്തിട്ട് ആ ടാഗിൻ്റെ തന്നെ ബാക്കിയാണ് നമ്മുടെ കയ്യിൽ തരുന്നത്. സോ ഇതെല്ലാവരും തന്നെ ഓർത്ത് വയ്ക്കുക. ഇത് കണ്ടോ, അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ടാങ്കർ വിമാനങ്ങൾ ടെല്ലവീവിൽ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിമാനങ്ങൾ. ബിക്കോസ് നമുക്കറിയാമല്ലോ, ഒരു വാർ അല്ലെങ്കിൽ വാറിന് സമാനമായ സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതും സന്തോഷിപ്പിച്ചതുമായിട്ടുള്ള സംഭവം എന്താണെന്നറിയോ? ഈ ലെഗ് സ്പേസ് കണ്ടോ.